ഒരു ദിവസം ഒന്ന് ഫ്രീ ആവണമെന്ന് നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ അത് അങ്ങോട്ട് എടുക്കണം. പിന്നെ അങ്ങനെ തിരിച്ചു പോണ ജോലിയാണെങ്കിൽ ഞങ്ങൾ പോട്ടെ നോക്കണം. അങ്ങനെ ഞാൻ 8 മണിയായപ്പോഴേക്കും നമ്മള് പുറപ്പെട്ടു. ഞാനും അച്ഛനും മാത്രം കേട്ടോ. യാത്രക്ക് പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. എന്താ അത്യാവശ്യം ഉണ്ട് അവിടെ പോയി എന്തോ കാര്യം മീനിന്റെ എന്തോ നോക്കാനാ എന്തോ കാര്യങ്ങളൊക്കെ കാണാൻ. എനിക്കതല്ല ഉദ്ദേശം. എനിക്ക് ദുരിതോഷമാണ്. എനിക്ക് ചേട്ടൻ്റെ കൂടെ എത്ര നേരം കിട്ടേ ചെയ്യും. പുള്ളിക്കാരുടെ കൂടെ ഇങ്ങനെ പറഞ്ഞിരിക്കാനാണ്. ഞാൻ ചാടി സൈഡ് സൈഡിൽ കയറി ഇങ്ങനെ ഇരിക്കാൻ. നമ്മൾ ഇനിയിപ്പോ അങ്ങോട്ടുള്ള യാത്രയുടെ വിശേഷങ്ങളാണ് ഈ വീഡിയോയില് മൊത്തം. ഒടുക്കത്തെ ചൂടാണ്ട്. ഞാൻ ഈ പകലുള്ള സമയം മുഴുവൻ ഓഫീസിന്റെ ഉള്ളിലിരിക്കുന്ന കാരണം ഇവിടെ പുറത്ത് നടക്കുന്ന ചൂടിന്റെ വിശേഷങ്ങളൊന്നും ഞാൻ അങ്ങനെ അറിയാറില്ല. അപ്പൊ ഇന്നാണ് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി നിന്ന് കഴിഞ്ഞപ്പോ ഈ ചൂടിന്റെ ആധിക്യം എന്തോരം ഉണ്ടെന്നുള്ളത് എനിക്കിപ്പൊ മനസ്സിലായത്. മറ്റെന്ന് പറഞ്ഞാൽ നേരം വെളുത്ത് സൂര്യൻ ഉദിക്കണതിന് മുന്നേ തന്നെ ഞാൻ ഓഫീസിന്റെ അകത്ത് കയറിയിട്ടുണ്ടാവും. പിന്നെ സൂര്യൻ താന്നതിന് ശേഷം മാത്രം ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങണം. അപ്പൊ നമുക്ക് ഇത്രയും ചൂടാണ് പുറത്തെന്നുള്ളത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു ഗൈസ്. അറിഞ്ഞുവെച്ചെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പഴിക്ക് പോരൂലായിരുന്നു. എന്നാ ആരും നിർബന്ധിച്ചിട്ടല്ല, ഞാനായിട്ട് വലിഞ്ഞു കയറി വണ്ടിയുടെ ഉള്ളിൽ കയറിയതാണ് കേട്ടോ. എന്തായാലും പുറത്തിറങ്ങി ചൂട് കൂടിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എടുത്ത തീരുമാനം മണ്ടത്തരായോന്ന് എനിക്കൊരു സംശയം. എന്നാലും കുഴപ്പമില്ല, അഞ്ചേട്ടൻ്റെ കൂടെയല്ലേ. ഇങ്ങനെ 24 hour അഞ്ചേട്ടൻ്റെ കൂടെ ഇരിക്കാൻ പറ്റണമെങ്കിൽ അത്രയും ഹാപ്പിയാണ് ഞാൻ. എന്തായാലും സഹിക്കാൻ പറ്റുള്ള ചൂട്. ഭയങ്കര ആവേശത്തിന് കയറിയതാണ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ. പക്ഷെ എനിക്ക് ബോറടിച്ചു തുടങ്ങി ഗൈസ്. ഒരു രസവുമില്ല. ഈ മനുഷ്യനാണെങ്കിൽ ഒന്നും മിണ്ടേമില്ല. ഇയാളെങ്ങനെ വണ്ടി ഓടിക്കുന്ന നേരത്തെ ഭയങ്കര വണ്ടിയിൽ ഇങ്ങനെ ശ്രദ്ധിച്ച് ഇങ്ങനെ വണ്ടി ഓടിച്ച് മാത്രം നമ്മളോട് സംസാരിക്കുന്നില്ല. അപ്പൊ നമുക്ക് ബോറടിക്കും. എന്തായാലും കുഴപ്പമില്ല, നമ്മൾക്ക് ഇങ്ങനെ ഒരു റിലാക്സേഷൻ ഉണ്ട്. എപ്പൊ നോക്കിയാലും ജോലി വീട് ഇങ്ങനെ ആയാലും പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ ഇവിടെ നിറയെ സൈഡിലേക്ക് ഇങ്ങനെ നിറയെ ചെടികളൊക്കെ അതൊക്കെ കൊണ്ടുപോകാൻ പറ്റും ചേട്ടാ പറിച്ച്. അതുണ്ടോ പച്ചയാണെന്നുണ്ടെങ്കിൽ ഒരു കട്ടാമ്പാരെടുത്ത് വെച്ചെങ്കിൽ ഈ ചെടികളൊക്കെ കുത്തിപ്പറിച്ച് കൊണ്ടുപോകായിരുന്നു. പോണ വഴിയുടെ സൈഡിൽ മുഴുവൻ ഇങ്ങനെ ചെടികളാണ്, നല്ല നല്ല പൂത്തൊലഞ്ഞ് നിൽക്കുന്ന ചെടികൾ. അവർ കട്ടാമ്പാര എടുത്ത് വെച്ചെങ്കിൽ ചെടികളൊക്കെ എടുത്തോണ്ട് കുത്തിപ്പറിച്ചെടുത്ത് കൊണ്ടുവരായിരുന്നു എന്ന് ഞാൻ പറയുന്നു. അപ്പം ചേട്ടൻ പറഞ്ഞ് എന്നാൽ പിന്നെ പോയി ജയിലിലായിരിക്കും മോള് ഇനി പോയി കിടക്കേണ്ടി വരുന്നത്, അവിടെ അടങ്ങി മിണ്ടാണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. ചേട്ടൻ മിണ്ടൂല കേട്ടോ ഒന്നും, ഭയങ്കര സൈലന്റ് ആണ്. ഞാൻ നേരെ ഓപ്പോസിറ്റ്, ഞാൻ നേരെ ചലച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുവാണ്, നല്ല പോലെ ചലചലാന്നും പറഞ്ഞു. അപ്പൊ ഒരു ബോറടി ഇല്ലാണ്ടിരിക്കാനായിട്ട് പുള്ളിക്കാരൻ എന്നെ വിളിച്ചതാണ് കേട്ടോ. അപ്പൊ വേട്ടപാട് കേൾക്കാതെ പാടി നമ്മൾ ഇറങ്ങി തിരിച്ച് അങ്ങനെ കുതിരാമലയൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര സന്തോഷമായിട്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കുതിരാമലയുടെ അടി കൂടി ഇങ്ങനെ ലൈവായിട്ട് പോണത്. തുറന്നിട്ട് ഇങ്ങനെ കേട്ടിട്ടുണ്ടെന്നല്ലാണ്ട് എൻ്റെ അടി കൂടി ഒന്നും ഞാൻ പോയിട്ടൊന്നുമില്ല. അപ്പൊ എനിക്ക് ഇതിൻ്റെ അടി കൂടിയൊക്കെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായി. ഇങ്ങനെ കാണാൻ പറ്റില്ല, തൊട്ടടുത്ത് ഇങ്ങനെ കുതിരാമല കണ്ടിട്ട് ഭയങ്കര സന്തോഷം. എന്നിട്ട് ഇറങ്ങി നിന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കുന്ന പറഞ്ഞിട്ട് എനിക്ക് പിണക്ക് കിട്ടി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വണ്ടികളൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഇറങ്ങി ഒന്നും നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുതിരാമലയൊക്കെ കിടന്ന് നമ്മളിതേ പുറത്തിറങ്ങി. അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള ട്രിപ്പും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. ചേട്ടൻ്റെ എന്തോ ഓഫീസിലെ എന്തോ കാര്യം. പക്ഷെ ഞാനങ്ങനെ പുറകെ കൂടി ചുറ്റിത്തിരിഞ്ഞ് ഇറങ്ങിക്കണാണ്. അങ്ങനെ രാവിലെ ഭക്ഷണം ഒന്നും കഴിക്കണതിന് മുന്നേ 2 ഗ്ലാസ് ചായ കുടിച്ചിട്ടാണല്ലോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് വൈറ്റ് മലബാർ ഹൗസിൽ എന്താ കയറിയേക്കണം. നല്ല അത്യാവശ്യം നല്ല ഭംഗിയും വൃത്തിയും വെടിപ്പൊക്കെ ഉള്ള നല്ലൊരു റെസ്റ്റോറൻ്റ് ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരുപാട് സ്പേസ് ഉണ്ട്, അതാണ് എടുത്ത് പറയേണ്ടത്. പിന്നെ അവരുടെ ബാത്റൂമിലൊക്കെ ഒന്ന് ടോയ്ലറ്റിലൊക്കെ രാവിലെ തന്നെ പോയി കഴിഞ്ഞപ്പോൾ നല്ല അസലായിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ ആ മിറർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് നേരം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമുക്കിങ്ങനെ കണ്ണാടി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഒന്നും സ്റ്റക്ക് ആവില്ല. അപ്പോൾ ആ കണ്ണാടിയുടെ അവിടെ നിന്ന് കുറച്ച് നേരം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാ അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടൊക്കെ ഇരുന്ന്. അപ്പോൾ കാലത്ത് വെജിറ്റബിൾ കുറുമയും ചപ്പാത്തി എന്തെങ്കിലും കഴിക്കാമെന്ന് ഓർത്തിട്ട് ഇങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കേണ്ട. അപ്പോൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ പണ്ട് കോവളത്ത് നമ്മൾ രാവിലെ ഭക്ഷണം കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇരുന്നതൊക്കെ ഇങ്ങനെ ഓർത്ത് കോവളത്ത് ആ യാത്രയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വീണ്ടും കുറേ നാളെത്തി കഴിഞ്ഞ ശേഷം കേട്ടോ ഇപ്പം ഇങ്ങനെ ഒരു പോക്ക്. പിള്ളേരെ ഒന്നും കൂട്ടില്ല കേട്ടോ, അതൊടുക്കത്തെ ചൂട്. പിന്നെ അവരെയൊക്കെ ഇത്രയും യാത്രയെന്ന് വെച്ചാൽ ടയേർഡാവും. അപ്പം പിന്നെ വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് ഓർത്ത് കഴിഞ്ഞിട്ട് അവരൊന്നും കൂട്ടിയിട്ടില്ല. ഞാൻ അനുസരിച്ച് മാത്രമുള്ളൂ കേട്ടോ അങ്ങനെ കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേക്കണതല്ല. അപ്പം പിന്നെ അവരെ കൂട്ടേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ 2 കാപ്പിയൊക്കെ പറഞ്ഞ് ഞങ്ങൾ കാപ്പിയിൽ തുടങ്ങി കേട്ടോ ചായ കുടി. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വെജിറ്റബിൾ കുറുമയും ചപ്പാത്തിയും ഓർഡർ ചെയ്ത്. അപ്പം ഞങ്ങളങ്ങനെ
അത്യാവശ്യം ഫുഡ് കുഴപ്പമൊന്നുമില്ല കേട്ടോ, കഴിച്ചിട്ട് ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇനിയിപ്പോൾ ചപ്പാത്തി വെജിറ്റബിൾ കുറുമയും കഴിക്കട്ടെ കേട്ടോ. ഇത് ഇന്നലെ രാത്രിയാണ് പെട്ടെന്ന് അനുസരിച്ചും പറഞ്ഞത്, ഇങ്ങനെ രാവിലെ ഞാനിങ്ങനെ പോണുണ്ട്, ആരും കൂടെ ഇല്ല, അപ്പൊ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ വന്നോ, യാത്ര വെറുതെ ഒന്നും വേറെ വാങ്ങിച്ചാരാനോ ഒന്നും പറയരുത്, ഒരു സ്ഥലത്തൊന്നും കൊണ്ടുപോകാൻ പറയരുത്, വെറുതെ ഇങ്ങനെ എൻ്റെ കൂടെ വന്ന സൈഡിൽ ഇങ്ങനെ ഇരുന്നോ ഒന്ന് പറഞ്ഞ്. അപ്പം പറഞ്ഞ എനിക്ക് പിന്നെ അഞ്ചൻ്റെ കൂടെ ഇരിക്കണ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞില്ല, അതുകൊണ്ട് ഓടിച്ച് ചാടി ഞാൻ വണ്ടി കയറിയതാണ്. പക്ഷെ ഫുൾ ടൈം ഫോണിലാണ് പുള്ളിക്കാരത്. ഇപ്പം തന്നെ കണ്ടല്ലോ, ഫോൺ ഇങ്ങനെ വിളിച്ചുകൊണ്ട് നടക്കേണ്ട. പിന്നെ എനിക്ക് വീഡിയോ ഒക്കെ പിടിക്കാനും കുറച്ച് കണ്ടന്റ് കിട്ടാനും ഉള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ ഇങ്ങനെ ഇറങ്ങി തിരിച്ചെന്നുള്ളൂ കേട്ടോ. ഫോൺ ഇങ്ങനെ ചവിട്ടിന്ന് മാറ്റില്ല, ഇങ്ങനെ തുരിതരാ ഫോണുകൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഫോണൊക്കെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നേച്ചുകൊണ്ട് ഞാനാണ്ട് ബില്ലൊക്കെ അടച്ചത്. അപ്പോൾ അവിടെ ചെന്ന് ചോദിക്കണം ബില്ലടച്ചാന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ബില്ലൊക്കെ അടച്ചെന്നൊക്കെ പറഞ്ഞു അവിടുത്തെ മാനേജർ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയേട്ടാ. ഇനിയിപ്പോൾ കുറച്ചും കൂടി പോകാനുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾക്ക് പാലക്കാടും കഴിഞ്ഞ് കോയമ്പത്തൂരൊക്കെ കഴിഞ്ഞിട്ട് വേണം പോകാൻ. അയ്യോ, കാലത്ത് നല്ല കുട്ടി മേക്കപ്പൊക്കെ ചെയ്തൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയ ഞാനാണ്ടാ. ഇപ്പം എൻ്റെ കോലം നോക്കി കത്തിക്കരി വളിച്ച്, പോരാത്തതിന് നമ്മളുടെ കാറിൻ്റെ AC ആണെങ്കിൽ കംപ്ലൈൻ്റ് ആയി, പിന്നെ പറയേ വേണ്ടല്ലോ. ഒടുക്കത്തെ ചൂടത്ത് AC കൂടി ഇടാണ്ടിരുന്ന് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമോ എന്നുള്ള അവസ്ഥ. അപ്പം ഞാനിത് ഇൻസ്റ്റയിൽ എടുത്തതാണ്. അപ്പം ആകാശമൊക്കെ നല്ല നീല നിറത്തിലൊക്കെ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ, അടിപൊളിയല്ലേ. ഇൻസ്റ്റയിൽ ഫിൽറ്റർ ഇട്ടെടുത്തുകൊണ്ടാണ് കേട്ടോ ആകാശമൊക്കെ ഇത്ര ഭംഗിയായിട്ട് കാണുന്നത്. പ്രത്യേകിച്ച് ഇവിടെ കാണാനതൊന്നുമില്ല കേട്ടോ, നിറയെ മൊട്ടക്കുന്നും നിറയെ പൊടി പിടിച്ചിരിക്കുന്ന കുറേ ബിൽഡിങ്ങുകളും. എന്നോട് അഞ്ചേട്ടൻ നേരത്തെ പറഞ്ഞ് ഒരു പട്ടിക്കാട് പോലത്തെ സ്ഥലത്തോട്ടാണ് നമ്മൾ പോണത്, വലിയ വലിയ പ്രതീക്ഷകളൊന്നും വേണ്ട, ഓരോടത്തും ഇറങ്ങി നിൽക്കാൻ പോലും പറ്റൂല കേട്ടോ, അതൊന്നും പ്രതീക്ഷിച്ചിട്ട് എൻ്റെ കൂടെ വരണമെന്നൊക്കെ പറഞ്ഞ് കുറേ എഗ്രിമെൻറ്റുകളൊക്കെ ചെയ്തിട്ടാണ് ഞാൻ ചേട്ടൻ്റെ കൂടെ പുറത്തിറങ്ങിയിരുന്നത്. എന്നാലും എനിക്ക് ചില ദുരിദേശങ്ങളൊക്കെ ഉണ്ട്. நம்ம வந்துட்டு தமிழ்நாட்டில் வந்தாச்சு, இனிமே நம்ம மலையாளம் பேச மாட்டேன். இனி வந்த வீடியோஸ்ல எல்லாமே தமிழ் பேசுவேன். ஓகே, எனக்கு வந்து கொஞ்சம் கொஞ்சம் தமிழ் தெரியுமா, தமிழ் கேட்டா புரியும், தமிழ் சொல்ல கொஞ்சம் கொஞ்சம் தெரியாது, தெரியும். அப்புறம் நான் கண்டாச்சு, அந்த பக்கம் ஒரு குழுமந்தி கடை இருக்கு, காலை തിരിച്ചു വരുമ്പോ திரும்பி வந்தாச்சு. திரும்பி வரும்பா அந்த ஸ்பைஸ் ஆஃப் மந்திக்கு சாப்பிடையா இந்த வீடியோ ஏதாவது பாக்குறது நான் வந்து ஏர்ல போகுமா? எப்படி இருக்கு என்னோட தமிழ் இஸ் ஓகேவா? யூ ஜஸ்ட் கமெண்ட். காதில் தேன் மழையாய் பாவு காட்டே கடலே காட்டிலும் தங்களை தங்கள் காட்டு தாரத்தாய் അനുചേട്ടൻ വായ തുറക്കും, എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്ട് പാടാൻ വേണ്ടിയിട്ട്. അപ്പോൾ പാട്ട് പാടി ഇപ്പം ന്യൂട്രൽ ഞാൻ ക്യാമറ ഓൺ ആക്കി വെച്ചിട്ട് പിടിച്ചതെന്താ. അങ്ങനെ നമ്മൾ പറയുന്ന സ്ഥലത്ത് എത്തി. അപ്പോൾ അവിടെ സംസാരിക്കാൻ വേണ്ടിയിട്ട് അനുചേട്ടൻ്റെ വഴിക്ക് പോയി. എന്നോട് പറഞ്ഞ് എവിടെയെങ്കിലും പറ്റിയ കടകൾ ആരെങ്കിലും നോക്കിയിട്ട് നീ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയി സേഫായിട്ടിരുന്നോ, ഞാൻ ഫോൺ വിളിക്കും അപ്പോൾ വന്നാൽ മതിയെന്ന്. അങ്ങനെ ഭാഗ്യത്തിന് വണ്ടി നിർത്തിയ സ്ഥലത്ത് ഞാൻ നോക്കിയപ്പം ഒരു ഐസ്ക്രീമിൻ്റെ കട ഞാൻ നേരെ വെച്ച് പിടിച്ചിട്ടാണ് ചെന്ന് കഴിഞ്ഞപ്പോഴാ പൊട്ടനെ ലോട്ടറി അടിച്ചു പോലെ പോയിട്ടാ, വേറൊന്നുമല്ല, അതിൻ്റെ ഉള്ളിൽ AC ആയിരുന്നു.
അപ്പം നല്ല സുഖമായി. ഞാനപ്പോൾ കുറച്ച് ബിൽഡപ്പ് ഒക്കെ ഇട്ട് അവിടെ ഇങ്ങനെ ഇരുന്ന്, വേറെ ഒന്നുമല്ല, പുറത്തോട്ട് ഇറങ്ങി ഒടുക്കത്തെ ചൂട്, ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ AC. അപ്പം പിന്നെ ഞാൻ പോട്ടെന്നെ ലോട്ടറി അടിച്ച പോലെ അവിടെ ഇങ്ങനെ ഇരിക്കേണ്ട, ഞാനിങ്ങനെ അതും ഇതൊക്കെ കാണിച്ച് ഇങ്ങനെ ഇരുന്ന് എന്തെങ്കിലും വാങ്ങിച്ച് കുടിച്ചു കഴിഞ്ഞാലും വലിയ കുഴപ്പമില്ല. AC ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് പുറത്തോട്ട് ചൂട് അറിയണ്ടല്ലോ. ATM ഒന്നും നോക്കിയിട്ട് കണ്ടില്ല കയറി നിൽക്കാൻ. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ ഐസ്ക്രീം പാർലർ കയറിയിട്ട് ഒരു ബോബ ഷേക്ക് പറഞ്ഞിട്ട്, ആദ്യമായിട്ടാണ് ഞാൻ ഈ ബോബ ഷേക്ക് കഴിക്കുമ്പോൾ. എന്തായാലും അവിടെ നിർത്തിട്ട് ബോബ ഷേക്കും പറഞ്ഞു. പിന്നെ അപ്പം തന്നെ ഇതേ മുടി ഒന്ന് ഒതുക്കി കെട്ടിയപ്പോഴേക്കും എൻ്റെ ക്ലിപ്പ് മുടിഞ്ഞു. അപ്പോൾ പിന്നെ അതവിടെ ഉപേക്ഷിച്ച് ബോബ ഷേക്ക് എന്ന് വന്നിട്ടൊന്ന് നോക്കിക്കേണ്ട, ബാക്കിൽ തന്നെ ഉണ്ട് കേട്ടോ, റോഡിൻ്റെ അപ്പുറം ഉണ്ട് ചേട്ടൻ. അപ്പം എൻ്റെ കണ്ണുവട്ടത്തുണ്ട്. അപ്പം എന്നിട്ടുണ്ട് പോകില്ലല്ലോ എന്ന് ഓർത്തിട്ട് ഇടക്കിടക്ക് നോക്കിക്കൊണ്ടിരിക്കണം. ഇനിയിപ്പോൾ എങ്ങാനും കോയമ്പത്തൂരിട്ട് അവിടെ ഇട്ടുകൊണ്ട് അങ്ങനെ പോയാൽ തിരിച്ചിങ്ങോട്ട് പോരാനുള്ള വഴി അറിയാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇടക്കിടക്ക് ബാക്കിലോട്ട് നോക്കിക്കൊണ്ടിരിക്കേണ്ട. അപ്പോൾ ആ ചേച്ചി നല്ലൊരു സ്നേഹനിധി, ആ ചേച്ചി വേഗം ബോബാഡിയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് നമുക്കിങ്ങനെ സ്ട്രോ ഒക്കെ തന്നിട്ടോ. അപ്പം അതിനടിയിൽ ഇങ്ങനെ കാണാട്ടാ ആട്ടുംകാട്ടം കിടക്കുന്നത് പോലെ, ഇങ്ങനെ കൊമ്പള പോലെ. എനിക്ക് ഈ സാധനം കാണുമ്പോൾ ആട്ടുംകാട്ടത്തിനാണ് ഓർമ്മ വന്നത്. ഒന്നും തോന്നരുതിട്ട് ഞാനിങ്ങനെ പറയണ കൊണ്ട്. എനിക്കങ്ങനെ തോന്നിയത്, നിങ്ങൾക്ക് എങ്ങനെ തോന്നാറുണ്ടോ? അപ്പോൾ ഈ സംഭവം ആദ്യമായിട്ട് ഞാൻ ട്രൈ ചെയ്യാൻ പോയിട്ട്, എൻ്റെ ഈ വീഡിയോസൊക്കെ ഇറങ്ങണോടുകൂടി എൻ്റെ നാട്ടുപുറത്ത് ഇടി വീഴാൻ സാധ്യതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ പിള്ളേരെ കൊണ്ടുപോകാണ്ട് ഇതുപോലെ സാധനങ്ങളൊക്കെ പുറത്ത് പോയിക്കൊണ്ട് ഇങ്ങനെ വാങ്ങിച്ച് കഴിക്കുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും ദേഷ്യം കയറാതെ
വീട്ടിൽ വന്നു. ഇനിയിപ്പോൾ ബാക്കി വിശേഷങ്ങളുമായി വീണ്ടും ഞാൻ വരാം. അപ്പം എല്ലാവരും നല്ല ടി വിയിലൊക്കെ കണ്ട് നോക്കിയിരിക്കേണ്ട, നമുക്ക് ആ ജനാല വഴി പോയി കൊണ്ടൊന്നും അവരെ പേടിപ്പിക്കാം. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരട്ടെ. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ.